വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മുരിങ്ങക്കായ വെച്ചൊരു തോരൻ ഉണ്ടാക്കാം. അതിനായി ഒരു 300 ഗ്രാം മുരിങ്ങക്കായ ഇതുപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഈ മുരിങ്ങക്കായ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെവാനായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ മുരിങ്ങക്കായെല്ലാം വെന്ത് തുടങ്ങുന്നുണ്ട്. വെള്ളമെല്ലാം അല്പം കൂടി വറ്റാനായിട്ടുണ്ട്. മുരിങ്ങക്കായ വല്ലാതെ ഇളക്കി കൊടുക്കരുത്, ഉടഞ്ഞു പോകും. ഇപ്പോൾ നമ്മളുടെ മുരിങ്ങക്കായെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി, ഒരു 5-10 ഉള്ളി ചതച്ചത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മുളകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറെല്ലാം മാറി ഉള്ളിയും നാളികേരവും മുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മുരിങ്ങക്കായ മിൽക്കെല്ലാം നാളികേരത്തിൻ്റെ കൂട്ട് ആവുന്നത് വരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മുരിങ്ങക്കായ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നമ്മളുടെ മുരിങ്ങക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.